എന്റെ ശരണ്യയുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സെലിബ്രേഷന്റെ വീഡിയോ ആയിട്ട് വഴിയേ വരാം. ഇതാണ് ആ വീഡിയോ. നമ്മൾ ദേശോത്സവം കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തിയിട്ട് ഒരു 10:45 11 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 10:45 ആ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പോണത് കേക്കൊക്കെ എടുത്തിട്ട് കർമ്മ 12 മണി മുന്നേ അവിടെ എത്തണമെന്നിട്ട് വേണം കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഷടേതന വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലോണം ഉറക്കം വരുന്നുണ്ടായിരുന്നു. നല്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആകെ സീനായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകുമെന്ന് പറയില്ല, അതുപോലെയാണ് എനിക്ക് ഇവളുടെ കാര്യം. ഞാനല്ലേ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന സമയത്ത് കുഞ്ഞിതായിരുന്നു ഇവള്. കുഞ്ഞിതാണെന്ന് പറഞ്ഞാൽ ഒരു 3 4 പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ വലുതായതിൻ്റെ ശേഷം എനിക്ക് ഇത്രയും ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് മാറും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇത്രയും കട്ട കമ്പനിയാണ്. ഞങ്ങൾ ഡെയിലി വിളിക്കുക, മെസ്സേജ് അയക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കണക്ഷൻ അങ്ങനെ നിൽക്കും. എന്തും പറയാം, എന്തും ചെയ്യാം, ചീത്ത പറയാം, തെറി വിളിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും നമുക്ക് പറയാം. നമ്മൾ വിട്ടു പോവില്ല എന്നുള്ളൊരു കണക്ഷനുള്ള ഒരാളുണ്ടാവില്ലേ, അതാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈഫിൽ അങ്ങനെ ഞാൻ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും എന്നെ പിന്നെ കുത്തി പോയിട്ടേ. എന്തായാലും എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരേ ഉള്ളൂ കേട്ടോ. ഞാൻ അത്രയും സ്നേഹിച്ച് നിൽക്കണം അതിലൊരാളാണ്. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, കളിയും ചിരിയൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നട്ടപ്പാത്രമാണെങ്കിലും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും ഓണായിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അങ്ങനെ ചെയ്തിരിക്കുക ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിരിച്ചതൊക്കെ കൊള്ളായിട്ടുണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് 12 മണിയാകുമ്പോഴേക്കും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് കൂടെ ഷെയർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞൊരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാതാലും പോരാന്ന് തോന്നും, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൾ അത് ഓപ്പൺ ചെയ്ത് രണ്ടാമതും ഞാൻ സർപ്രൈസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള പറച്ചിലായിരുന്നത്. ഞാൻ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴേക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കുരുത്തക്കേടൊക്കെ ഒപ്പിച്ചിട്ട് ഞങ്ങൾ ഇതാ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് അവൾക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലിയ സന്തോഷം കേട്ടോ. എനിക്കില്ലേ കൊടുക്കുമ്പോൾ ഒരാൾക്ക് നമുക്ക് ആളില്ലാതെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. ആൾക്ക് ഇഷ്ടമാവും, ആൾക്ക് കളർ ചേരും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉമ്മ വെച്ചിട്ടുള്ള ആ ഒരു പാടാണ്, അവളുടെ ലിപ്സ്റ്റിക്കാണ് എൻ്റെ കവളത്തെ, അതും കൂടെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരം പോയിരിക്കാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പോരാൻ വേണ്ടി തോന്നുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ആ ചൂടിൻ്റെ ഈ ഒരു കളിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾക്ക് പൊന്നാനി കർമ്മ എന്താഘോഷം ഉണ്ടെങ്കിൽ അവിടെ വിട്ടിട്ടൊരു കളി ഞങ്ങൾക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ അവൾക്ക് ഇഷ്ടമായി. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ മടക്കി കെട്ടി പൂട്ടി വെച്ചിട്ട് നമ്മൾ ഇനി കുറച്ച് നേരം വിട്ട് അങ്ങോട്ട് പോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. കാറ്റൊക്കെ ആയിട്ട് തണുപ്പൊക്കെ ആയിട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ചൂടിൻ്റെ അയ്യരുകളായിട്ട് പോകുന്നതല്ലേ. പിന്നെ ഫാമിലീസ് കുറച്ചുണ്ടായിരുന്നു. വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. എപ്പോൾ പോവാണെങ്കിലും ഇവിടെ ഗംഭീര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഹഗ്ഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വിട്ടൊഴിഞ്ഞ് അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. ഇവിടെ പാലത്തിൻ്റെ അവിടെ ഇവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു. പുലർച്ചെ ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.